നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊരു മെയിൽ വന്ന 2 സെൻറ്റൻസ് ഉള്ള ഒരു വാചകത്തിൻ്റെ പൂർണ്ണതയും അതിൻ്റെ നിയമവശങ്ങളുമായിട്ടാണ് പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള അറിവുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അറിവുകൾ ഷെയർ ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. അപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എനിക്കിന്ന് വന്ന മെയിലിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം. ഡോഗ് യാർഡ് തുടങ്ങാൻ നിയമപരമായി എന്തെല്ലാം ലൈസൻസുകൾ ആണ് വേണ്ടത്, അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നായിരുന്നു എനിക്കൊന്നൊരു ചെറിയ ഒരു വരി സെൻറ്റൻസിൽ വന്നൊരു മെയിലാണ്. അപ്പം ഡോഗ് യാർഡ് ഓർ ഷിപ്പ് യാർഡ്, ബോട്ട് റിപ്പയറിംഗ് യാർഡ് തുടങ്ങുന്നതിന് ഇൻഡസ്ട്രിയൽ, എൻവയോൺമെൻറ്റൽ, പോർട്ട് ആൻഡ് ലോക്കൽ അതോറിറ്റി നിയമങ്ങൾക്ക് കീഴിലാണ്. ഇത് പല വകുപ്പുകളുടെയും അനുമതിയും ലൈസൻസും വേണം. ഞാൻ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. ആദ്യം കമ്പനി ഓർ ബിസിനസ് രജിസ്ട്രേഷനാണ് ഇതിന് ആദ്യം ആവശ്യമുണ്ട്. MCA, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ LLP ആയിട്ടോ പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ടോ രജിസ്റ്റർ ചെയ്യാം. ഉദയം ഓർ MSME രജിസ്ട്രേഷൻ, ചെറുകിട ഇടത്തരം സംരംഭകരായിട്ടും നമുക്കിത് രജിസ്ട്രേഷൻ വേണം. അതല്ലെങ്കിൽ അത് കൂടാതെ GST രജിസ്ട്രേഷൻ, വാണിജ്യ ഇടപാടുകൾക്കായിട്ട് GST രജിസ്ട്രേഷൻ നമുക്കിതിനകത്ത് മസ്റ്റാണ്. സ്ഥലം, ഭൂമി ബന്ധപ്പെട്ട അനുമതികൾ ഇതിന് അത്യാവശ്യമാണ്. ലാൻഡ് യൂസ് പെർമിഷൻ, ഡോക്യാർഡ് സ്ഥലം കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത്. CRZ നോട്ടിഫിക്കേഷൻ 2011-2019 പ്രകാരം കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി KCZMAയിൽ നിന്ന് NOC വാങ്ങിയിരിക്കണം. പോർട്ട് ട്രസ്റ്റ് ഓർ ലാൻഡ് വാട്ടർ വേസ് അതോറിറ്റി പോർട്ട് ലിമിറ്റിൽ വരുന്നുവെങ്കിൽ പോർട്ട് അതോറിറ്റി, കൊച്ചിൻ പോർട്ട്, വിഴിഞ്ഞം പോർട്ട് മുതലായവ ഉദാഹരണത്തിന് അത്തരം പോർട്ടുകളിൽ നിന്ന് ലൈസൻസ് എടുത്തിരിക്കണം. ഇതിന് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ലൈസൻസ്, ലോക്കൽ ബോഡി ട്രേഡ് ലൈസൻസ്, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലൈസൻസ്, അതാണ് ഈ ലോക്കൽ ബോഡിയിൽ നിന്ന് എടുക്കുന്നത്. ഇതാണ് ഇതിന് ആവശ്യം. സ്ഥലം, ഭൂമിയുമായി ബന്ധപ്പെട്ട അനുമതികൾ. ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അനുമതികൾ ആവശ്യമാണ്. കൺസെൻറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ് CTE ആൻഡ് കൺസെൻറ്റ് ഓഫ് ഓപ്പറേറ്റ് CTO, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് KSPCB. കൂടാതെ ഹസാർഡസ് വേസ്റ്റ് ഹാൻഡ്ലിംഗ് ഉണ്ടെങ്കിൽ ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് പ്രകാരം അധിക അനുമതി ഇതിന് വാങ്ങേണ്ടതുണ്ട്. എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് EC, വലിയ ഷിപ്പിംഗ് ഓർ ഡോക്യാർഡ് പ്രോജക്റ്റ്. എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് EC, വലിയ ഷിപ്പ് ബിൽഡിംഗ് ഓർ ഡോക്യാർഡ് പ്രോജക്റ്റിന്. EFCC, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. ഇനി ഫാക്ടറി ആൻഡ് ലേബർ നിയമങ്ങൾ. ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം ഡോക്യാർഡ് പ്രൊഡക്ഷൻ ഓർ റിപ്പയറിംഗ് യൂണിറ്റായി രജിസ്റ്റർ ചെയ്യണം. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ESIC, EPF, ലേബർ വെൽഫെയർ മുതലായവ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ബോയിലർ, പ്രഷർ വെസൽ ലൈസൻസ്, വലിയ മെക്കാനിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ലൈസൻസ് എടുത്തിരിക്കണം. സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള അനുമതികൾ നമുക്കിതിന് ആവശ്യമാണ്. എക്സ്പ്ലോസീവ് ലൈസൻസ് അത്യാവശ്യമാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC, കേരള ഫയർ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ NOC ആണ്. ഇന്ത്യൻ നേവി ഓർ കോസ്റ്റൽ ഗാർഡ് എൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതിനാവശ്യമാണ്. വിശദമായ മാരിടൈം ആൻഡ് ടെക്നിക്കൽ ലൈസൻസുകളുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിൻ്റെ അപ്രൂവൽ വേണം. ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് IRSൻ്റെ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റിയുടെ അനുമതി വേണം. കേരള മാരിടൈം ബോർഡ് ലൈസൻസ്, സ്റ്റേറ്റ് ലെവൽ ലൈസൻസ് അപ്ലൈ ചെയ്യണം. ഇനി ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇൻഫ്രാസ്ട്രക്ചറിന് KCBയുടെ വേണം. ഗ്രൗണ്ട് വാട്ടർ, വേസ്റ്റ് വാട്ടർ, ഇത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ബിൽഡിംഗ് പെർമിറ്റ്, പഞ്ചായത്തിൽ നിന്ന്, ഇത്തരത്തിലുള്ള കുറേ വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമാണ്.
ഇത്തരത്തിലുള്ള കമ്പനികൾ തുടങ്ങുന്നതിന് ഡോക്യാർഡ് തുടങ്ങാൻ നിങ്ങൾക്ക് വേണ്ട പ്രധാന ലൈസൻസ് മാത്രം ഞാൻ ഒറ്റ സെൻറ്റൻസിൽ ഇപ്പോൾ ഒന്ന് പറയാം. കമ്പനി രജിസ്ട്രേഷൻ പ്ലസ് GST, ലോക്കൽ ബോഡി ട്രേഡ് ലൈസൻസ്, CRZ ആൻഡ് പോർട്ട് അതോറിറ്റി NOC, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺസെൻറ്റ്, ഫാക്ടറീസ് ആൻഡ് ആക്ട് രജിസ്ട്രേഷൻ, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC, PESSO എക്സ്പ്ലോസീവ് ലൈസൻസ്, DG ഷിപ്പിംഗ് ആൻഡ് കേരള മാരിടൈം ബോർഡ് അപ്രൂവൽ. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോക്യാർഡ് തുടങ്ങാനുള്ള പ്രധാന ലൈസൻസുകൾ ഒപ്പിച്ചുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടക്കാം. അപ്പം ഡോക്യാർഡ് തുടങ്ങുന്നതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതിൻ്റെ ലൈസൻസും അത് തുടങ്ങേണ്ട രീതികളും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിന് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മെയിൽ ID അയച്ചു തരാം. വീഡിയോയുടെ ലിങ്ക് നിങ്ങളത് കണ്ടിട്ട് അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെന്ന് മനസ്സിലാക്കാം. ഇതുപോലുള്ള ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുമ്പുള്ള ഏത് വീഡിയോകളിലായാലും നിങ്ങൾക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ അതിനകത്ത് അഭിപ്രായമായി അറിയിച്ചാൽ അതിനുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയും ഞങ്ങൾ കൃത്യതയോടെ തരും എന്നുള്ള പൂർണ്ണ ഉറപ്പ് ഈ വീഡിയോയിൽ ഞങ്ങൾ തരികയാണ്. അപ്പം എൻ്റെ വീഡിയോ വോയിസ് ഓഫ് റോസ് എന്ന ചാനൽ എല്ലാവരും കാണുക, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. വീഡിയോ മുഴുവനായി കാണണം. പൂർണ്ണമായി കണ്ടാൽ മാത്രമേ ഈ വീഡിയോയുടെ കാമ്പ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ, അതിൻ്റെ അന്തസത്ത മനസ്സിലാവുകയുള്ളൂ. അത് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ വരുന്നിടം വരെ നന്ദി, നമസ്കാരം.